Good morning, dear children. In this class, we are going to discuss the First World War. First World War period അറിയുമോ? 28th July 1914 to 11th November 1918. The conflicts among the imperialist powers ultimately led the entire world to a war. Imperialist powers തമ്മിലുള്ള തർക്കങ്ങൾ ലോകത്തെ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദിസ്. ഇതിന് വഴിതെളിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നുവെന്ന് നോക്കാം. The European nations weighed with each other in establishing colonies. കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി യൂറോപ്യൻ നേഷൻസ് തമ്മിൽ മത്സരിച്ചു. This competition led to conflicts among them and caused mutual distrust and enmity. ഈ മത്സരം അവരെ പല തർക്കങ്ങളിലേക്ക് നയിക്കുകയും ഇത് പിന്നീട് മ്യൂച്വൽ ഡിസ്ട്രസ്റ്റ്, പരസ്പരം വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്കും എനിമിറ്റി, ശത്രുതയിലേക്കും കൊണ്ടെത്തിച്ചു. This further drove the nations to the signing of military alliances. ഇത് ലോകരാഷ്ട്രങ്ങളെ എന്തിലേക്ക് കൊണ്ടെത്തിച്ചു? To the signing of military alliances. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു. The Triple Alliance and the Triple Entente were examples of such military alliances. ഇങ്ങനെ രൂപം കൊണ്ട മിലിറ്ററി അലയൻസസിന് എക്സാമ്പിൾസ് ആണ് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റാൻറ്റും. ട്രിപ്പിൾ അലയൻസിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ട്രിപ്പിൾ എൻറ്റാൻറ്റിലെയോ ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് റഷ്യ. The formation of such alliances created a war atmosphere in Europe. ഇങ്ങനെയുള്ള മിലിറ്ററി അലയൻസസിന്റെ ഫോർമേഷൻ യൂറോപ്പിൽ ഒരു വാർ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. They started manufacturing and buying lethal weapons. അവർ വിനാശകാരികളായ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുകയും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. The European nations resorted to various strategies to succeed in their imperialistic competitions. Imperialistic competitionsൽ വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ നേഷൻസ് പല മാർഗങ്ങളും സ്വീകരിച്ചു. Aggressive nationalism was one among them. അങ്ങനെ അവർ സ്വീകരിച്ച മാർഗങ്ങളിൽ ഒന്നായിരുന്നു aggressive nationalism. Aggressive nationalism means തീവ്രദേശീയത. The European nations used aggressive nationalism to invade other countries. മറ്റ് രാജ്യങ്ങളുടെ അധികാരം കൈവശമാക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ നേഷൻസ് അഗ്രസീവ് നാഷണാലിസം ഒരു മാർഗമായി സ്വീകരിച്ചു. Aggressive nationalists considered their own nations as supreme and justified whatever be the actions of their nations. Aggressive nationalists അല്ലെങ്കിൽ തീവ്രദേശീയവാദികൾ considered their own nations as supreme, അവരുടെ സ്വന്തം രാജ്യത്തെ ശ്രേഷ്ഠമായി കണക്കാക്കുകയും and justified whatever be the actions of their nations, അവരുടെ രാഷ്ട്രം ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെല്ലാം ന്യായീകരിക്കുകയും ചെയ്തു. സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെ എല്ലാം ന്യായീകരിക്കുകയും ചെയ്യുന്നത് അഗ്രസീവ് നാഷണാലിസത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിരുന്നു. Various movements in Europe such as Pan-Slav, Pan-German, Revenge movement were an offshoot of aggressive nationalism. യൂറോപ്പിൽ ആ കാലഘട്ടത്തിൽ ഉദയം ചെയ്ത വേരിയസ് മൂവ്മെന്റ്സ് ആയിട്ടുള്ള പാൻ-സ്ലാവ് മൂവ്മെന്റ്, പാൻ-ജർമൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ് ഇവയെല്ലാം അഗ്രസീവ് നാഷണാലിസത്തിൽ നിന്നും മുളപൊട്ടിയവയായിരുന്നു. ഫസ്റ്റ് വൺ, പാൻ-സ്ലാവ് മൂവ്മെന്റ്. Russia wanted to unite the Slavic people of Serbia, Bulgaria, Greece, etc. in Eastern Europe under her leadership. ഈസ്റ്റേൺ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശത്തിൽപ്പെട്ട ആൾക്കാരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കുവാൻ ആരാഗ്രഹിച്ചു? റഷ്യ ആഗ്രഹിച്ചു. For this, the Pan-Slav movement was formed with the help of Russia. അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് പാൻ-സ്ലാവ് മൂവ്മെന്റ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? ഈസ്റ്റേൺ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ പ്രദേശങ്ങളിലായി അധിവസിക്കുന്ന
സ്ലാവ് വംശത്തിൽപ്പെട്ട ആൾക്കാരെ ഏകീകരിക്കണമെന്ന് റഷ്യ ആഗ്രഹിച്ചു. അതിനായി റഷ്യയുടെ സഹായത്തോടുകൂടി ഈ മേഖലയിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് പാൻ-സ്ലാവ് മൂവ്മെന്റ്. നെക്സ്റ്റ് വൺ, പാൻ-ജർമൻ മൂവ്മെന്റ്. To establish its dominance in Central Europe and Balkan provinces, Germany planned to unite the Teutonic people. This pan-German movement came into being under the leadership of Germany. അപ്പോൾ എന്താണ് പാൻ-ജർമൻ മൂവ്മെന്റ്? അത് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? പാൻ-ജർമൻ, ജർമ്മനിയാണെന്ന് മനസ്സിലായല്ലോ. To establish its dominance in Central Europe and Balkan provinces. സെൻട്രൽ യൂറോപ്പിലും ബാൾക്കൻ പ്രോവിൻസസിലും തങ്ങളുടെ ആധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ജർമ്മനി കണ്ടെത്തിയ മാർഗമാണ് എന്ത്? To unite the Teutonic people. ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നത്. This pan-German movement came into being under the leadership of Germany. അതിനായി ജർമ്മനിയുടെ ലീഡർഷിപ്പിൽ ആരംഭിച്ചതാണ് പാൻ-ജർമൻ മൂവ്മെന്റ്. നെക്സ്റ്റ് വൺ, റിവെഞ്ച് മൂവ്മെന്റ്. റിവെഞ്ച് മൂവ്മെന്റ് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. In 1871, Germany occupied Alsace-Lorraine, the territories that were under the control of France. To regain these territories, the revenge movement was formed under the leadership of France. അപ്പോൾ റിവെഞ്ച് മൂവ്മെന്റ് രൂപീകൃതമായിരിക്കുന്നത് ആരുടെ ലീഡർഷിപ്പിലാണെന്ന് കണ്ടല്ലോ? ഫ്രാൻസിന്റെ ലീഡർഷിപ്പിലാണ്. In 1871, Germany occupied Alsace, Lorraine, the territories that were under the control of France. 1871-ൽ ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന് അൾസൈസ്, ലൊറൈൻ എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. To regain these territories, നഷ്ടപ്പെട്ട ഈ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിനായി the revenge movement was formed under the leadership of France. ഫ്രാൻസിന്റെ ലീഡർഷിപ്പിൽ ഫോം ചെയ്യപ്പെട്ടതാണ് റിവെഞ്ച് മൂവ്മെന്റ്. Imperialist rivalry drove the European countries into several crises, among which the Moroccan crisis and the Balkan crisis are considered to be important. Imperialist rivalry drove the European nations into several crises. ഈ ഇമ്പീരിയലിസ്റ്റ് റൈവൽറി യൂറോപ്യൻ കൺട്രീസിനെ പല ക്രൈസിസിലും കൊണ്ടെത്തിച്ചു. Among which the Moroccan crisis and the Balkan crisis are considered to be important. അങ്ങനെയുള്ള ക്രൈസിസിൽ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നത് മൊറോക്കൻ ക്രൈസിസും ബാൾക്കൻ ക്രൈസിസുമാണ്. ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്, അതിൽ ഫസ്റ്റ് വൺ മൊറോക്കൻ ക്രൈസിസ്. Morocco is an African country. A secret treaty was signed between Britain and France in 1904. 1904-ൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സീക്രട്ട് ട്രീറ്റി, രഹസ്യ ഉടമ്പടി സൈൻ ചെയ്യപ്പെട്ടു. According to this treaty, Britain recognized the claim of France over Morocco. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ സൈൻ ചെയ്യപ്പെട്ട ഈ ട്രീറ്റി അനുസരിച്ച് ബ്രിട്ടൻ റെക്കഗ്നൈസ്ഡ് ദ ക്ലെയിം ഓഫ് ഫ്രാൻസ് ഓവർ മൊറോക്കോ. ആഫ്രിക്കൻ കൺട്രിയായ മൊറോക്കോയുടെ മേൽ ഫ്രാൻസ് ഉയർത്തിയ അവകാശവാദത്തെ ബ്രിട്ടൻ അംഗീകരിച്ചു. The French claim over Morocco was opposed by Germany, which sent battleships to the Moroccan port Agadir. എന്നാൽ ആഫ്രിക്കൻ കൺട്രിയായ മൊറോക്കോയുടെ മേൽ ജർമ്മനിക്ക് ഒരു കണ്ണുണ്ടായിരുന്നു. ഇത് കൈവശപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ജർമ്മനി എന്തിനെ ഒപ്പോസ് ചെയ്തു? മൊറോക്കോയുടെ മേൽ ഫ്രാൻസ് ഉയർത്തിയ അവകാശവാദത്തെ ജർമ്മനി എതിർക്കുകയും മൊറോക്കൻ പോർട്ടായ അഗഡിറിലേക്ക് ബാറ്റിൽഷിപ്സ് അയക്കുകയും ചെയ്തു. France agreed to transfer a part of French Congo to Germany and Germany agreed to concede Morocco to France in return. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഫ്രാൻസിന്റെ കോളനിയായ ഫ്രഞ്ച് കോങ്കോയുടെ ഒരു ഭാഗം ജർമ്മനിക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഫ്രാൻസ് അംഗീകരിക്കുകയും
and Germany agreed to concede Morocco to France in return. പകരമായി മൊറോക്കോ ഫ്രാൻസിന് നൽകാമെന്ന് ജർമ്മനി അംഗീകരിക്കുകയും ചെയ്തു. Thus the problem was solved temporarily. അങ്ങനെ ഈ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടു. However, എന്നിരുന്നാലും their rivalry continued. ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത തുടരുകയും ചെയ്തു. Balkan crisis. The Balkan region is situated in Europe close to the Aegean Sea and the Balkan Sea. യൂറോപ്പിൽ ഈജിയൻ സീക്കും ബ്ലാക്ക് സീക്കും സമീപത്തായിട്ടാണ് ബാൾക്കൻ റീജിയൻ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദി ഓട്ടോമൻ എംപയർ. ഓട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു ഇത്. ഏത്? ബാൾക്കൻ റീജിയൻ. In 1912, Balkan League, Greece, Bulgaria, Serbia and Montenegro defeated Turkey. 1912-ൽ ബാൾക്കൻ ലീഗിലെ മെമ്പേഴ്സായ ഗ്രീസ്, ബൾഗേറിയ, സെർബിയ, മൊണ്ടനെഗ്രോ തുടങ്ങിയ റീജിയൻസ് ആരെ പരാജയപ്പെടുത്തി? ഓട്ടോമൻ ടർക്സിനെ പരാജയപ്പെടുത്തി. However, the conflict among the allied nations in sharing the benefits of war led to the breakup of the league and resulted in wars among them. However, the conflict among the allied nations, ബാൾക്കൻ ലീഗിലെ അലൈഡ് നേഷൻസ് തമ്മിലുള്ള തർക്കം, എന്തുമായി ബന്ധപ്പെട്ട തർക്കം? ഇൻ ഷെയറിംഗ് ദ ബെനഫിറ്റ്സ് ഓഫ് വാർ, ഈ യുദ്ധത്തിൽ അവർ നേടിയെടുത്ത നേട്ടങ്ങൾ ഡിവൈഡ് ചെയ്തെടുക്കുന്നതിൽ ബാൾക്കൻ ലീഗിലെ മെമ്പേഴ്സ് തമ്മിലുണ്ടായ തർക്കങ്ങൾ led to the breakup of the league, ലീഗിന്റെ തകർച്ചയിലേക്ക് നയിക്കുകയും and resulted in wars among them, അവർ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമാകുകയും ചെയ്തു. When Austria laid its claim over the Balkan region with the support of Germany, Serbia claimed this region with the support of Russia. When Austria laid its claim over the Balkan region with the support of Germany, ജർമ്മനിയുടെ സപ്പോർട്ടോടു കൂടി ബാൾക്കൻ റീജിയന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുവാൻ ഓസ്ട്രിയ ശ്രമിച്ചപ്പോൾ റഷ്യയുടെ സപ്പോർട്ടോടു കൂടി ഈ പ്രദേശത്തിന്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുവാൻ സെർബിയയും ശ്രമിച്ചു. ഇവിടെ പാൻസ്ലാവ് മൂവ്മെന്റ് നിങ്ങൾ നോക്കുമ്പോൾ സ്ലാവ് വംശത്തിൽപ്പെട്ട ആൾക്കാരെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി റഷ്യ ഫോം ചെയ്തതാണ് പാൻസ്ലാവ് മൂവ്മെന്റ് എന്ന് കണ്ടു. അവിടെ സ്ലാവിക് പീപ്പിൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് സെർബിയ. അപ്പോൾ ഇവിടെ സെർബിയയെ ആര് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്? റഷ്യ സപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നു. ബാൾക്കൻ റീജിയന്റെ മേൽ ഓസ്ട്രിയയും സെർബിയയും അവകാശവാദം ഉന്നയിക്കുന്നു. ഓസ്ട്രിയയെ ജർമ്മനി സപ്പോർട്ട് ചെയ്യുമ്പോൾ സെർബിയയെ റഷ്യ സപ്പോർട്ട് ചെയ്യുന്നു. During this time, a Serbian youth, Gavrilo Princip, assassinated Francis Ferdinand, the heir to the throne of Austria, at the Bosnian capital Sarajevo in July 1914. During this time, ഈ സമയത്താണ് എന്ത് സംഭവിച്ചത്? A Serbian youth, Gavrilo Princip, assassinated Francis Ferdinand, the heir to the throne of Austria, at the Bosnian capital Sarajevo in July 1914. 1914 ജൂലൈയില് ഓസ്ട്രിയയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായ ബോസ്നിയയുടെ ക്യാപിറ്റലായ സറാജോയിൽ വെച്ച് സെർബിയൻ യുവാവായ ഗാവ്രിലോ പ്രിൻസിപ്പ് വെടിവെച്ചു കൊന്നു. Austria held Serbia responsible for it and declared war on Serbia on 28th July 1914. സെർബിയയാണ് ഇതിന് ഉത്തരവാദി എന്ന് പ്രഖ്യാപിച്ച ഓസ്ട്രിയ
സെർബിയയ്ക്ക് മേൽ 1914 ജൂലൈ 28 യുദ്ധം പ്രഖ്യാപിച്ചു. The allied nations rushed to help their allies. ഇവിടെ എന്താ സംഭവിക്കുന്നേ? തുടർന്ന് ഓരോ സഖ്യരാഷ്ട്രവും തങ്ങളുടെ ചേരിയിലെ രാഷ്ട്രങ്ങളെ സഹായിക്കാനായി മുന്നോട്ട് വന്നു. Almost all the nations of the world directly or indirectly were involved in it. ലോകത്തെ ചെറുതും വലുതുമായ രാഷ്ട്രങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഈ യുദ്ധത്തിൽ പങ്കാളികളായി മാറി. Therefore, this war is known as the First World War. ആയതിനാൽ ഈ യുദ്ധം ഫസ്റ്റ് വേൾഡ് വാർ എന്നറിയപ്പെടുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്മീഡിയറ്റ് കോസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇമ്മീഡിയറ്റ് കോസ്, പെട്ടെന്നുണ്ടായ കാരണം. How did the competitions among the imperialist nations led the world to a war? Discuss. ഇവിടെ നമ്മൾ മിലിറ്ററി അലയൻസസ് കാണുന്നുണ്ട്. ട്രിപ്പിൾ അലയൻസ്, ട്രിപ്പിൾ എൻറ്റെന്റ്. അടുത്ത പാൻസ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ്, റിവെഞ്ച് മൂവ്മെന്റ്. ഇന്റർനാഷണൽ ക്രൈസിസ് ആയിട്ട് നമ്മൾ കാണുന്നത് ഏതൊക്കെയാണ്? ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്, മൊറോക്കൻ ക്രൈസിസ്, ബാൾക്കൻ ക്രൈസിസ്. പിന്നെ കാണുന്നത് ഇമ്മീഡിയറ്റ് കോസ്. ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്, ആഫ്റ്റർമാത്ത് ഓഫ് ദി വാർ. ഈ യുദ്ധത്തിന്റെ റിസൾട്ട്സ്. The First World War ended in 1918. 1918 ഫസ്റ്റ് വേൾഡ് വാർ അവസാനിച്ചു. It produced far-reaching impact across the world. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകം മുഴുവൻ അനുഭവപ്പെട്ടു. Over 10 million people lost their lives or were injured in the war. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. Agriculture, industry and communication system were destroyed. Agriculture, industry, communication system ഇവയെല്ലാം തകർന്നടിഞ്ഞു. Poverty, unemployment and inflation increased. Poverty, unemployment, inflation means general rise in price, നാണയപ്പെരുപ്പം എന്നൊക്കെ പറയും. ഇവയെല്ലാം വർദ്ധിച്ചു. Economic dominance of Europe diminished. യൂറോപ്പിന്റെ ഇക്കണോമിക് ഡോമിനൻസ്, സാമ്പത്തിക മേധാവിത്വം തകർന്നു. ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തിയാർജിച്ചു. In a bid to bring about peace in the world, the League of Nations was formed. ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ലീഗ് ഓഫ് നേഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടു. പീസ് എഫേർട്സ്, സമാധാന ശ്രമങ്ങൾ. A peace conference was convened at Paris in 1919 to discuss post-war situation under the leadership of the winning allies Britain and France. വിജയിച്ച ശക്തികളായ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ലീഡർഷിപ്പിൽ യുദ്ധാനന്തര സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 1919 പാരീസിൽ വെച്ച് ഒരു സമാധാന സമ്മേളനം കൂടുകയുണ്ടായി. They signed different treaties with the defeated nations. പരാജിത രാഷ്ട്രങ്ങളുമായി അവർ പല ട്രീറ്റീസും സൈൻ ചെയ്തു. Among these treaties, the Versailles Treaty signed with Germany in 1919 was the most important one. ഇങ്ങനെ സൈൻ ചെയ്യപ്പെട്ട പല ട്രീറ്റീസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 1919 വേഴ്സായിൽസ് എന്ന സ്ഥലത്ത് വെച്ച് ജർമ്മനിയുമായി സൈൻ ചെയ്ത ട്രീറ്റിയാണ്. The Treaty of Versailles എന്നറിയപ്പെടുന്നു. According to this treaty, German colonies were divided among the victorious powers and Germany was forced to pay a huge amount as war indemnity. According to the Treaty of Versailles അനുസരിച്ച് German colonies were divided among the victorious powers. ജർമ്മനിയുടെ കോളനികൾ വിജയിച്ച ശക്തികൾ ഡിവൈഡ് ചെയ്തെടുത്തു. And Germany was forced to pay a huge amount as war indemnity. യുദ്ധ നഷ്ടപരിഹാരമായി ഒരു വൻ തുക നൽകുവാൻ ജർമ്മനി നിർബന്ധിക്കപ്പെട്ടു. The Allies occupied a rich mines of Germany. ജർമ്മനിയുടെ സമ്പന്നമായ ഖനികൾ വിജയിച്ച ശക്തികൾ നേടി. Above all, war guilt was imposed on Germany and was disarmed.
ഇതിനെല്ലാം ഉപരി യുദ്ധക്കുറ്റം ജർമ്മനിയുടെ തലയിൽ വെച്ച് കെട്ടുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. The Treaty of Versailles was an example of the vengeance against the defeated nations. ഫസ്റ്റ് വേൾഡ് വാറിൽ വിജയിച്ചവർക്ക് പരാജയപ്പെട്ടവരോടുണ്ടായിരുന്ന പ്രതികാരത്തിന്റെ ഉദാഹരണമായിരുന്നു ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്. ഡിസ്കസ്. ഈ ക്വസ്റ്റിന് ആൻസർ ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിനു മുമ്പുള്ള പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.